നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ മിന്നും ജയം നേടി UDF. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷവുമായി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചു. ശക്തി കേന്ദ്രങ്ങളിലും LDFന് കൈവിട്ടു. ജന്മനാട്ടിലും സ്വന്തം ബൂത്തിലും സ്വരാജ് പിന്നിലായി. വാഹനാപകടം, 2 പേർക്ക് ഗുരുതര പരിക്ക്. പെരുമ്പിലാവിൽ നിർത്തിയിട്ട ബസ്സിനടിയിലേക്ക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി. മധ്യവയസ്കന് ഗുരുതര പരിക്ക്. പഴഞ്ഞി അരുവായിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. സ്കൂളിലെത്തിയ നെല്ലുവായി മുണ്ടൻകോട് സ്വദേശി പ്രമോദാണ് ആക്രമണം നടത്തിയത്. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി മങ്ങാട് മരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ചാത്തംകുളം റോഡിന് സമീപമാണ് മരം വീണത്. വാർത്തകൾ വിശദമായി. 8 തവണ ആര്യാടൻ മുഹമ്മദ് വിജയിച്ച മണ്ഡലത്തിൽ ഇനി മകൻ MLA. നിലമ്പൂരിൽ 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചു. PV അൻവറിന്റെ പിന്തുണയില്ലാതെ ആര്യാടൻ ഷൌക്കത്തിലൂടെ LDFന്റെ സിറ്റിംഗ് സീറ്റ് സ്വന്തമാക്കിയപ്പോൾ UDFന് ഇരട്ടി മധുരം. UDFന് വലിയ സ്വാധീനമുള്ള വഴിക്കടവ് പഞ്ചായത്തിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടായില്ലെന്നും LDF സ്വാധീന കേന്ദ്രങ്ങളിലെല്ലാം ഇത്തവണ UDF വൻ മുന്നേറ്റമുണ്ടാക്കി. മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും നഗരസഭയിലും ആര്യാടൻ ഷൌക്കത്ത് ലീഡ് നേടി. വഴിക്കടവ് പഞ്ചായത്ത്, മുത്തേടം പഞ്ചായത്ത്, M സുരാജിന്റെയും DCC പ്രസിഡന്റ് VS ജോയിയുടെയും പഞ്ചായത്തായ എടക്കര പഞ്ചായത്ത്, പോത്തുകല്ല് പഞ്ചായത്ത്, ചുങ്കത്തറ പഞ്ചായത്ത്, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ ആര്യാടൻ ഷൌക്കത്ത് മുന്നേറ്റമുണ്ടാക്കി. CPM സ്വാധീന മേഖലയിലും ഷൌക്കത്ത് വോട്ട് വർദ്ധിപ്പിച്ചുവെന്നതാണ് ശ്രദ്ധേയം. 2005-ൽ CPM സിറ്റിംഗ് സീറ്റിൽ അട്ടിമറി വിജയം നേടിയാണ് ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂർ പഞ്ചായത്ത് അംഗവും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായത്. നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ ജ്യോതിർഗമയ പദ്ധതിയിലൂടെ എല്ലാവർക്കും 4ാം ക്ലാസ് പ്രാഥമിക വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്രാമമായി നിലമ്പൂരിനെ മാറ്റിയതോടെയാണ് ആര്യാടൻ ഷൌക്കത്ത് ദേശീയ തലത്തിൽ അറിയപ്പെട്ടത്. 5 വർഷം നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും തുടർന്ന് നിലമ്പൂർ നഗരസഭയായി മാറിയപ്പോൾ പ്രഥമ നഗരസഭാ ചെയർമാനുമായിരുന്നു. പെരുമ്പിലാവിൽ സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി മധ്യവയസ്കന് ഗുരുതര പരിക്കേറ്റു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു അപകടം. പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളുമായി ചാലിശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂൾ ബസ് പട്ടാമ്പി റോഡിൽ ഷാർജ വില്ലയ്ക്ക് സമീപം നിർത്തി കുട്ടികളെ ഇറക്കുന്നതിനിടയിൽ അമിത വേഗത്തിൽ വന്ന സ്കൂട്ടർ ബസ്സിനടിയിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറുകയായിരുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പെരുമ്പിലാവ് ആലിങ്ങൽ മൊയ്തുണ്ണിയെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും തലയുടെ പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. പരിക്കേറ്റയാളെ ബസ് ഡ്രൈവറും നാട്ടുകാരും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടെങ്കിലും സംഭവസ്ഥലത്ത് ഉടനെത്തിയ കുന്നംകുളം പോലീസ് SI TP ജാബിറിന്റെ നേതൃത്വത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. വിദ്യാർത്ഥികളെ പിന്നീട് മറ്റൊരു സ്കൂൾ ബസ്സിൽ വീടുകളിലെത്തിക്കുകയായിരുന്നു. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. സ്കൂളിലെത്തിയ നെല്ലുവായി മുണ്ടൻകോട് സ്വദേശി പ്രമോദാണ് ആക്രമണം നടത്തിയത്. ഇയാൾ മദ്യപിച്ചിരുന്നതായും സുശാന്തും PTA കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 10:30ഓടെയായിരുന്നു സംഭവം. സ്കൂളിലെ കിണർ വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് കിണർ ശുചീകരണം നടത്തുവാൻ സ്കൂളിൽ PTA അംഗങ്ങളോടൊപ്പം നിൽക്കുകയായിരുന്നു സുശാന്ത്. ഈ സമയം സ്കൂൾ കോമ്പൗണ്ടിലെത്തിയ പ്രമോദ് സുശാന്തിനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും കയ്യിലിരുന്ന സ്റ്റീൽ വള ഉപയോഗിച്ച് മുഖത്ത് ഇടിക്കുകയും ചെയ്തു. പ്രമോദിന്റെ കുട്ടി ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. കുട്ടിയും ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണം PTA പ്രസിഡന്റാണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. അതേസമയം സുശാന്തിന്റെ കുട്ടിയും ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടയിലും ശുചീകരണത്തിനും മറ്റും പ്രവർത്തനങ്ങൾക്കുമായി സുശാന്ത് മുഴുവൻ സമയവും സ്കൂളിലുണ്ടായിരുന്നു. പരിക്ക് പറ്റിയ സുശാന്ത് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. PTA ആണ് അവിടെ ഉണ്ടായ ഈ ദുരന്തത്തിന്റെ ഭക്ഷ്യവിഷബാധയുടെ കാരണം PTA ആണ് എന്ന് പറഞ്ഞിട്ടാണ് ആക്രമിച്ചത്. ഇതിനു മുന്നേ തന്നെ ഈ ഇതുണ്ടായ സമയത്ത് എന്നെ ഫോൺ വിളിച്ച് അനാവശ്യം വിളിക്കുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് നമ്മളാരും ഇതല്ല, ഞങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ ഈ ഇതിന്റെ ഭാഗമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രകോപനം ഇല്ലാതെ വന്നിട്ട് ആക്രമിക്കാനുണ്ടായത്. എന്റെ മുഖത്താണ് വള കൊണ്ടിടിച്ചത്. എരുമപ്പെട്ടി പോലീസിൽ സുശാന്ത് പരാതി നൽകിയിട്ടുണ്ട്. സ്കൂൾ കോമ്പൗണ്ടിൽ കയറി PTA പ്രസിഡന്റിനെ ആക്രമിച്ച സംഭവത്തിൽ PTA അംഗങ്ങൾ പ്രതിഷേധം അറിയിച്ചു. ശക്തമായ നിയമ നടപടിയുണ്ടാകണമെന്ന്
SMC ചെയർമാൻ AU മനാഫ് ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ ഏകദേശം 10 മണി ആകുന്ന സമയത്ത് ഞങ്ങൾ ഹെൽത്തിൻ്റെ ഭാഗത്തു നിന്ന് ക്ലോറിനേഷന് സ്കൂളിലേക്ക് വരുന്നതെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും PTA അംഗങ്ങളും സുശാന്തും PTA പ്രസിഡന്റ് സുശാന്തും സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷ രക്ഷിതാവ് വന്ന് ഇറങ്ങുകയും സുശാന്തിനെ അസഭ്യം പറയുകയുണ്ടായി. അവനെ കോളറിന് പിടിച്ച് തള്ളി വള പോലെ ഒരു സാധനം കൊണ്ട് പിടിച്ചു. അപ്പോൾ ഇതിൽ PTA എൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. തോട്ടിൽ വീണ് നാളികേരം എടുക്കാനിറങ്ങിയ ആളെ കാണാതായി. ബ്രഹ്മകുളം സ്വദേശി സത്യനെയാണ് കാണാതായത്. ചിറ്റാട്ടുകര എളവള്ളി റെയിൽവേ ക്രോസിന് സമീപത്തുള്ള കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. തോട്ടിലൂടെ ഒഴുകിവരുന്ന നാളികേരം ശേഖരിക്കുന്നതിനിടയിൽ തോട്ടിലേക്ക് വീഴുകയായിരുന്നു. ചുഴിയിലകപ്പെട്ട് വെള്ളത്തിന്റെ ഒഴുക്കിൽ കാണാതാവുകയായിരുന്നു. ഗുരുവായൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും പാവർട്ടി പോലീസും നാട്ടുകാരും ചേർന്ന് തോട്ടിൽ തിരച്ചിൽ നടത്തി. കുന്നംകുളത്തു നിന്നുള്ള സ്കൂബ ഡൈവേഴ്സ് സംഘാംഗങ്ങളും തിരച്ചിലിന് നേതൃത്വം നൽകിയിരുന്നു. പഴഞ്ഞി അരുവായിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അരുവായി ഏറത്ത് 54 വയസ്സുള്ള മണികണ്ഠനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 9 മണിയോടെ അരുവായി ക്ഷേത്ര കവാടത്തിന് സമീപമായിരുന്നു സംഭവം. അപകടത്തെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ മണികണ്ഠനെ കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അരുവായി സെന്ററിൽ നിന്നും കോട്ടോൾ റോഡിലേക്ക് തിരിയുന്നതിനിടെ എതിരെ വന്ന കാർ ഓട്ടോയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും കാർ ഭാഗികമായും തകർന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുള്ള മണികണ്ഠൻ ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടില്ല. സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി മങ്ങാട് മരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ചാത്തംകുളം റോഡിന് സമീപമാണ് മരം വീണത്. ഞായറാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. റോഡരികിൽ നിന്നിരുന്ന വലിയ ഞാവൽ മരം മുറിഞ്ഞു വീഴുകയായിരുന്നു. ഈ സമയം റോഡിലൂടെ സഞ്ചരിച്ച വാഹനങ്ങൾ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. സംസ്ഥാന പാതയിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. പൊതുപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് മരം മുറിച്ചു നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും എത്തിയിരുന്നു. വർഷങ്ങളായി കടലിൽ വീണുകിടന്നിരുന്ന മരത്തടികൾ കരയ്ക്ക് കയറ്റി. ചെറുകിട മത്സ്യത്തൊഴിലാളികളുടെയും കടൽ സന്ദർശകരുടെയും ദീർഘനാളത്തെ ആവശ്യമാണ് സാം മന്നലാംകുന്നിന്റെ നേതൃത്വത്തിൽ സാധ്യമാക്കിയത്. കടലിൽ വീണുകിടന്നിരുന്ന കാറ്റാടി മരങ്ങളും തെങ്ങിൻ തടികളും മറ്റു മരങ്ങളുടെയും വലിയ തടികളുമാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് കടലിൽ നിന്നും തീരത്തേക്ക് മാറ്റിയത്. മന്നലാംകുന്ന് മുതൽ അകലാട് ബദർപള്ളി ബീച്ച് വരെയുള്ള സ്ഥലങ്ങളിലെ മരത്തടികളാണ് കരയ്ക്ക് കയറ്റിയത്. ഫോറസ്ട്രി വകുപ്പ് കടൽക്കരയിൽ വെച്ചുപിടിപ്പിച്ച കാറ്റാടി മരങ്ങളും തെങ്ങുകളും മറ്റു തടികളും തീരം കടൽ കവരുന്നതിന്റെ ഭാഗമായി കടപുഴകി വീഴുകയും ഇത് അവിടെ കിടന്ന മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങളും വലകളും മറ്റും നശിക്കുന്നതും പതിവായിരുന്നു. ഇത് നീക്കം ചെയ്യാൻ നിരവധി തവണ അധികൃതരോട് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ സന്ദർശകർ ഇവിടെ എത്തുകയും ചെറിയ കുട്ടികളടക്കം കുളിക്കാൻ ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലവും കൂടിയായതിനാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സാം മന്നലാംകുന്ന് ഇത്തരത്തിലുള്ള മാതൃകാ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയത്. നിരവധി വലിയ തടികളാണ് കടലിൽ നിന്നും കരയ്ക്ക് കയറ്റിയത്. പ്രവർത്തകരായ സാം പ്രസിഡന്റ് ഫറാസ് ചക്കോലയിൽ, അൽഫൽ കുളത്തിങ്കൽ, NA നബീൽ, അർഷാദ് ചക്കോലയിൽ, RS ഷക്കീർ, VC ഫിറോസ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. ഇനിയും കടലിൽ ഇറങ്ങുന്ന സ്ഥലത്ത് തടികൾ മറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും തുടർ പ്രവർത്തനം നടത്തി ഇവ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ തുടരുമെന്ന് സാം മന്നലാംകുന്ന് പ്രവർത്തകർ പറഞ്ഞു. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം നടത്താൻ തടസ്സമായ മരങ്ങൾ മാറ്റാൻ ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി പ്രതിനിധി അക്ബർ KK സാമിനെ ബന്ധപ്പെടുകയുണ്ടായി. അതിന്റെ ഭാഗമായി ക്ലബ്ബ് ഫണ്ട് സംഘടിപ്പിക്കുകയും JCB ഏൽപ്പിക്കുകയും തുടർന്ന് മരങ്ങളെല്ലാം കരക്കടുപ്പിച്ചു. അത് അവർക്ക് വളരെ ടൂറിസ്റ്റുകളും ഒരുപാട് ആൾക്കാർ വരുന്നൊരു മേഖലയാണ്. ടൂറിസ്റ്റുകൾ കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. അവരെ കാൽകളിലും മറ്റുള്ള
കനത്ത മഴയിൽ വീട്ടിലേക്ക് വെള്ളം കയറി കടപ്പുറം വില്ലേജ് ഓഫീസിന് സമീപം നിർമ്മിച്ച സൈക്ലോൺ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി പാർപ്പിച്ച കുടുംബങ്ങളെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. ചാവക്കാട് മുനിസിപ്പാലിറ്റി, പുന്നയൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നായി 54 പേരാണ് ഷെൽട്ടർ ഹോമിലുള്ളത്. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി, തഹസിൽദാർ MK കിഷോർ, വില്ലേജ് ഓഫീസർ ജോഷി ചെറുവത്തൂർ, ഉദ്യോഗസ്ഥരായ സുരേഷ് ബാബു എന്നിവർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. തകർന്നു കിടക്കുന്ന അക്കിക്കാവ് ആനക്കല്ല് തിപ്പിലശ്ശേരി റോഡിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി റോഡിലിറങ്ങിയത്. പ്രദേശവാസികളായ K മണികണ്ഠൻ, വനിതാ കൂട്ടായ്മ പ്രതിനിധി ബീന മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. പോർക്കുളം, കടങ്ങോട്, കടവല്ലൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ളതാണ് ആനക്കല്ല്. മുൻപ് അക്കിക്കാവ് ബൈപ്പാസിൽ നിർമ്മാണം നടക്കുമ്പോൾ വലിയ ടോറസ് ലോറികൾ ഈ വഴിയാണ് പോയിരുന്നത്. ഇതോടെയാണ് റോഡ് പൂർണ്ണമായും തകർന്നത്. ബൈപ്പാസിൽ നിന്നുള്ള മഴവെള്ളം ഈ റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. വെള്ളക്കെട്ടിൽ കുഴിയറിയാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. മേരിമാത ബോയ്സ് കോട്ടേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ വഴി സഞ്ചരിക്കുന്നത്. തിപ്പിലശ്ശേരിയിൽ നിന്നുള്ള റോഡിന്റെ ഒരു ഭാഗം അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. എന്നാൽ റോഡ് മുഴുവൻ അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ ഗതാഗതം ദുഷ്കരമാവുകയാണ്. റോഡ് ടാറിംഗ് നടത്താൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം നടത്തി. ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട്. പഞ്ചായത്ത് മെമ്പറുടെ കടമ കൃത്യമായി നിർവഹിക്കേണ്ടോ എന്നുള്ളത് മെമ്പർക്ക് തന്നെ അറിയില്ല. ഒരു കാര്യം ഈ വിജയിച്ച കാലയളവിൽ നമ്മുടെ ഈ റോഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രദേശത്തിന് വേണ്ടിയിട്ടോ ഒന്നും മെമ്പർ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടെ കൂടിയ ഓരോ മെമ്പേഴ്സിനും അറിയാവുന്നതാണ്. ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരു അറ്റ്ലീസ്റ്റ് സ്ട്രീറ്റ് ലൈറ്റ് വരെ കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല. 21 വയസ്സായി. എൻ്റെ ഓർമ്മ വെച്ച കാര്യം മുതൽ ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. ഞാൻ കോങ്കോട് സ്കൂളിൽ പഠിച്ചിരുന്നത്. അപ്പോൾ ആ കാണുന്നത് സംഭവം അവിടെ അപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏത് കാലത്തും അതങ്ങനെയാണ്. ഇടയ്ക്കൊക്കെ റോഡ് പണി നടന്നു 1-2 വട്ടം, പിന്നെ ആ സംഭവം ഒന്നും നടന്നിട്ടില്ല. ഓണം ജനകീയ കാർഷികോത്സവത്തിന്റെ ഭാഗമായി തൃത്താല മണ്ഡലം തല വിത്തിറക്കൽ ചാലിശ്ശേരി ആലിക്കരയിൽ നടന്നു. മന്ത്രി MB രാജേഷ് തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു അധ്യക്ഷയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് കിംറ്റിയ പദ്ധതി വിശദീകരിച്ചു. വാർഡ് മെമ്പർ ഷഹന മുജീബ്, കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, സേതു ആലിക്കര എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മന്ത്രി MB രാജേഷ് നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയുടെ ഭാഗമായാണ് സെപ്റ്റംബർ 1 മുതൽ 3 വരെ ജനകീയ കാർഷികോത്സവം നടത്തുന്നത്. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം എളവള്ളി പഞ്ചായത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ കാൽനട ജാഥ സംഘടിപ്പിച്ചു. KTUC മണലൂർ മണ്ഡലം പ്രസിഡന്റ് സാംസൺ ചിരിയങ്കണ്ടത്ത് ജാഥ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ PG സുബിദാസ്, വൈസ് ക്യാപ്റ്റൻ TS സജു, മാനേജർ TD സുനിൽ, BR സന്തോഷ്, PA ഷൈൻ, ഷാജി കാക്കശ്ശേരി, TC മോഹനൻ, CK രമേശ്, NB ജയ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. നന്മ വേലൂർ യൂണിറ്റ് സമ്മേളനം ഗ്രാമകം കൾച്ചറൽ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ചു. നന്മ വേലൂർ യൂണിറ്റ് പ്രസിഡന്റ് C ബിഞ്ചു ജേക്കബ് അധ്യക്ഷത വഹിച്ച യോഗം ചലച്ചിത്ര നാടക സംവിധായകനും നന്മ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായ ID രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നന്മ സംസ്ഥാന ജനറൽ സെക്രട്ടറി രവി കേച്ചേരി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വേലൂർ സെക്രട്ടറി VV വേണു, മേഖലാ വൈസ് പ്രസിഡന്റ് അനിൽ VN, KV ജോസ്, KJ പ്രശോഭ് തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, 60 വയസ്സ് പൂർത്തീകരിച്ച് കലാകാര പെൻഷൻ ലഭിക്കാത്തവർക്ക് അപേക്ഷ നൽകാനായി ഒരിക്കൽ കൂടി അവസരം നൽകുക തുടങ്ങിയ പ്രമേയങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. കലാപരിപാടികളും ഉണ്ടായി. കലാപ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ജ്വാല റോസ്, AM നീലാംബരി എന്നിവരെ കലാപുരസ്കാരം നൽകി ആദരിച്ചു. പുതിയ ഭാരവാഹികളായി ബിഞ്ചു ജേക്കബ് പ്രസിഡന്റ്, V വേണുഗോപാലൻ മാസ്റ്റർ സെക്രട്ടറി, KV ജോസ് ട്രഷറർ, TA ദയാശീലൻ രക്ഷാധികാരി തുടങ്ങി 8 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. കർഷക സംഘം പോർക്കുളം മേഖലാ സമ്മേളനം നടന്നു. മേഖലാ പ്രസിഡന്റ് പോൾസൺ MT പതാക ഉയർത്തി. തുടർന്ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് MT പോൾസൺ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ ഡിക്സൺ അനുശോചന പ്രമേയവും KS ഷാജി രക്തസാക്ഷി പ്രമേയവും റഹ്മാൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. മികച്ച കർഷകരെ ആദരിച്ചു. തുടർന്ന് 21 അംഗ മേഖലാ കമ്മിറ്റിയിൽ നിന്ന് MT പോൾസൺ സെക്രട്ടറി,
സിദ്ധാർത്ഥൻ പ്രസിഡന്റ്, ഷാജി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ, PM സോമൻ, CG രഘുനാഥ്, KM നാരായണൻ, KB ജയൻ, ഓമന ബാബു എന്നിവർ സംസാരിച്ചു. കേരള കർഷക സംഘം കണ്ടാണിശ്ശേരി മേഖലാ സമ്മേളനം നടന്നു. CPIM കണ്ടാണിശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസായ KK കേശവേട്ടൻ സ്മാരക മന്ദിരത്തിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് VB സത്യൻ പതാക ഉയർത്തി. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. VB സത്യൻ അധ്യക്ഷനായി. VA അരുൺ രക്തസാക്ഷി പ്രമേയവും സുവീഷ് TK അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കർഷക സംഘം മേഖലാ സെക്രട്ടറി VK ദാസൻ പ്രവർത്തന റിപ്പോർട്ടിന്റെയും കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ സംഘടനാ റിപ്പോർട്ടിന്റെയും അവതരണം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, സംഘാടക സമിതി ചെയർമാൻ PA മുസ്തഫ, കർഷക സംഘം കുന്നംകുളം ഏരിയ ട്രഷറർ M പീതാംബരൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, കർഷക സംഘം മേഖലാ ട്രഷറർ MP സജീബ് എന്നിവർ സംസാരിച്ചു. കർഷക സംഘം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം ശശി മനയിലിന് നൽകി നിർവഹിച്ചു. മേഖലാ ഭാരവാഹികളായി VV സത്യൻ പ്രസിഡന്റ്, BK ദാസൻ സെക്രട്ടറി, MB സജീബ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ചൂണ്ടൽ ഗ്രാമീണ വായനശാലയിൽ G ശങ്കരപ്പിള്ള അനുസ്മരണവും ലഘു നാടകാവതരണവും നടന്നു. നാടക് ഗുരുവായൂർ കുന്നംകുളം മേഖലാ ട്രഷറർ സുഗതൻ ഞമ്മനേങ്ങാട് G ശങ്കരപ്പിള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി. മലയാള സാംസ്കാരിക ലോകത്തിനും നാടകവേദിക്കും G ശങ്കരപ്പിള്ള നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണെന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ സുഗതൻ ഞമ്മനേങ്ങാട് പറഞ്ഞു. വായനശാല മുതിർന്ന അംഗം K രാമകൃഷ്ണൻ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ, നാടക് മേഖലാ സെക്രട്ടറി റോഷൻ കേശവൻ, ജിജോ മാസ്റ്റർ, സാജൻ മാറോക്കി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബാബു വയലത്തൂർ സംവിധാനം ചെയ്ത ഭരതൻ, പ്രസാദ്, ലീല തുടങ്ങിയവർ അഭിനയിച്ച ലഘുനാടകം അരങ്ങേറി. മണ്ണുത്തി കേരള കാർഷിക സർവകലാശാല സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ കാർഷികോൽപ്പന്നങ്ങളുടെ ശാസ്ത്രീയ സംഭരണ കർഷക അവബോധന പരിപാടി സംഘടിപ്പിച്ചു. കുന്നംകുളം മുനിസിപ്പാലിറ്റി പരിധിയിൽ വരുന്ന നെൽകർഷകർക്ക് മുണ്ടകൻ കൃഷി ആരംഭിക്കുന്നതിന് മുൻപായി നെൽകൃഷിയിലെ ശാസ്ത്രീയത എന്ന വിഷയത്തിൽ പരിശീലനം നൽകുക എന്നതാണ് ലക്ഷ്യം. കുന്നംകുളം ആർത്താറ്റ് കൃഷിഭവൻ പരിധിയിലുള്ള പാടശേഖരത്തിലെ 50 കർഷകർക്കാണ് പരിശീലനം നൽകിയത്. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റി പ്ലാൻ പത്തോളജി റിസോഴ്സ് പേഴ്സൺ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ KK അശ്വതി പരിശീലനത്തിന് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ റസിയ ഫാത്തിമ, റോഷ്നി തമ്പി, ഫാം ഓഫീസർ ദുബിഷ് അക്തർ എന്നിവർ പങ്കെടുത്തു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിലെ കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെയും അഷ്ടവൈദ്യൻ തൈക്കാട് മൂസ് SNA ഔഷധശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി. പള്ളി പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പ് കൂനമുച്ചി ഇടവക വികാരി ഫാദർ ജേസൺ മാറോക്കെ ഉദ്ഘാടനം ചെയ്തു. KLM പ്രസിഡന്റ് PV ഷാജൻ അധ്യക്ഷനായി. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്ന്, KLM സെക്രട്ടറി KK ജോഷി എന്നിവർ സംസാരിച്ചു. ആയുർവേദ ചികിത്സാരംഗത്തെ പ്രശസ്തരായ ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 200 പേർക്കാണ് ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണം നടത്തിയത്. KLM യൂണിറ്റ് ഭാരവാഹികൾ ക്യാമ്പിന് നേതൃത്വം നൽകി. SDPI സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പുന്നേർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീഴിൽ പതാക ഉയർത്തലും മധുരം പങ്കിട്ട് ആഘോഷിക്കുകയും ചെയ്തു. കടിക്കാട് റെഡ് ഗ്രീൻ ഹൌസിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സക്കറിയ പൂക്കാട്ട് പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് സുബൈർ ഐനിക്കൽ, സെക്രട്ടറി റാഫി ഇല്ലത്തയിൽ, ജോയിന്റ് സെക്രട്ടറി ഫാരിസ് വടക്കൂട്ട്, ട്രഷറർ ആഷിൽ, ആഷിഫ് മാലിക്കുളം, തൌഫീഖ് മാലിക്കുളം, റൌഫൽ ചെമ്മന്നൂർ, ഫാറൂഖ് പാണക്കാട്ട്, സുബൈർ എന്നിവർ നേതൃത്വം നൽകി. മാവിൻചുവട്, ചെറായി, പരൂർ, ചമ്മന്നൂർ, അണ്ടത്തോട്, കുമാരൻപടി, പാപ്പാളി, കിണർ തുടങ്ങിയ മേഖലകളിൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആഘോഷിച്ചു. തുരുവാണം ദ്വീപിൽ റേഷൻ കടയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കണമെന്ന ആവശ്യം ശക്തം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറഞ്ചേരി ഡിവിഷൻ മെമ്പർ സ്ഥലം സന്ദർശിച്ചു. മാറഞ്ചേരി പഞ്ചായത്തിലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന തുരുവാണം ദ്വീപിൽ 200ഓളം കുടുംബങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. കിലോമീറ്റർ താണ്ടി വടമുക്കിലോ പനമ്പാടോ എത്തിയാണ് ഇവർ റേഷൻ വാങ്ങുന്നത്. ഹെൽത്ത് സെന്റർ ഇല്ലാത്തതു കാരണം വയോധികർ ഉൾപ്പെടെ ചികിത്സ ലഭിക്കാൻ മാറഞ്ചേരിയിലെത്തണം. തുറുവാണം കുന്നത്ത് കഴിയുന്ന നിവാസികളുടെ ദുരവസ്ഥ സന്ദർശനത്തിലെത്തിയ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈറിനോട് നേരിൽ ധരിപ്പിച്ചു. പരിമിതികളിൽ നിന്നുകൊണ്ട് ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് ദുരിതപൂർണമായ നിലവിലെ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനുള്ള ശ്രമത്തിൽ ഒപ്പമുണ്ടാകുമെന്നും ഡിവിഷൻ മെമ്പർ പറഞ്ഞു.
പ്രദേശവാസികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിൽ ബഹുമാന്യരായ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ കൃത്യമായി ഇടപെടുന്നുണ്ട്. വൈകാതെ തന്നെ ഈ ഒരു ശ്രമം വിജയിക്കും. ആ വിജയത്തിന്റെ ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഒരു എളിയ പ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഈ സമയം അറിയിക്കാനുള്ളത്. വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും വാർദ്ധക്യമുള്ളവരുടെയൊക്കെ പ്രയാസങ്ങൾ ഞങ്ങൾ നേരിട്ട് കാണുകയാണ്. ആ പ്രയാസങ്ങളെ അകറ്റാനുള്ള എല്ലാ ശ്രമത്തോടൊപ്പം ജില്ലാ പഞ്ചായത്തിന്റെ എളിയ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒപ്പമുണ്ടാകുമെന്നാണ് ഈ സമയം അറിയിക്കാനുള്ളത്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയത്തിൽ UDFന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഭവനിൽ നിന്നാരംഭിച്ച ആഹ്ലാദ പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. പ്രകടനത്തിന് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PI തോമസ്, UDF കുന്നംകുളം നിയോജക മണ്ഡലം ചെയർമാൻ ജയ്സിംഗ് കൃഷ്ണൻ, ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ, മഹിളാ കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് രേഷ്മ സതീഷ്, നേതാക്കളായ ബിജു C ബേബി, ലബീബ് ഹസൻ, VG അനിൽ പ്രസാദ് പുലിക്കോടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി ഓഫീസ് പരിസരത്തു നിന്നാരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, K ഗോവിന്ദൻകുട്ടി, PS സുനീഷ്, MC ഐജു, സഫീന അസീസ്, TN നമ്പീശൻ, MK രഘു, വിനോദിനി മങ്ങാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുന്നേർക്കുളത്ത് വിജയാഹ്ലാദ പ്രകടനം നടത്തി. അണ്ടത്തോട് സെന്ററിൽ നിന്നാരംഭിച്ച് തങ്ങൾപ്പടിയിലെത്തി തിരികെ അണ്ടത്തോട് സെന്ററിൽ സമാപിച്ചു. DCC സെക്രട്ടറി AM അലാവുദ്ദീൻ, UDF ചെയർമാൻ AK മൊയ്തുണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മന്നലാങ്കുന്ന് മുഹമ്മദുണ്ണി, പഞ്ചായത്ത് മെമ്പർ KH ആബിദ്, മൂസ ആലത്തയിൽ തുടങ്ങി UDF പ്രവർത്തകർ പങ്കെടുത്തു. UDF കാട്ടകമ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറക്കൽ സെന്ററിൽ നിന്നാരംഭിച്ച പ്രകടനം പഴഞ്ഞി വൺവേ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്നു നടന്ന യോഗം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, AM കുഞ്ഞിമോൻ ഹാജി, അറഫ മൊയ്തുണ്ണി ഹാജി, NM റഫീഖ്, NK മജീദ്, VK മുഹമ്മദ്, മഹേഷ് തിപ്പലശ്ശേരി, ശ്രാവൺ സിദ്ധാർത്ഥ്, സുനിൽ അരുവായി എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചാരമുക്കിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഇടതുപക്ഷം മുസ്ലിം ലീഗിനെതിരെ നടത്തിയ ആരോപണങ്ങൾക്ക് കൂടിയുള്ള മറുപടിയാണ് നിലമ്പൂർ വിജയമെന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി നൌഷാദ് അഹമ്മു പറഞ്ഞു. ആഹ്ലാദ പ്രകടനത്തിന് നെടുമ്പറമ്പ് നൌഷാദ്, ആരിഫ് പാലയൂർ, അനീഫ MP, ഹംസ കുന്നിക്കൽ, രവി, ഷെരീഫ്, സജി മോസ്കോ, ഷിഹാബ് കാരക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാവക്കാട് ടൗണിൽ നടത്തിയ വിജയാഹ്ലാദ പ്രകടനത്തിൽ UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ്, തോമസ് ചിറമൽ, ഫൈസൽ കാനമുള്ളി, KV സത്താർ, KV യൂസഫലി, KM ഷിഹാബ്, HM നൌഫൽ, അനസ് PM, KV ലാജുദ്ദീൻ, PM നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് UDF പ്രവർത്തകർ വിജയമാഘോഷിച്ചത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ പോർക്കുളം MKM UP സ്കൂളിൽ മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ ഏകദിന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംഘടനാ വൈസ് പ്രസിഡന്റ് റവറന്റ് ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു സംസാരിച്ചു. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സന് ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. സഭാ വൈദികരും ഭാരവാഹികളും സംബന്ധിച്ചു. കേരള വനം വന്യജീവി വകുപ്പ് തൃശൂർ ഡിവിഷൻ മച്ചാട് റേഞ്ച് വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി നടത്തപ്പെട്ട വിത്തൂട്ട് പദ്ധതിയിൽ പങ്കാളികളായി കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂൾ ഫോറസ്ട്രി ക്ലബ് അംഗങ്ങൾ. ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. MLAയുടെ നേതൃത്വത്തിൽ വാഴാനി സ്റ്റേഷൻ പരിധിയിൽ വിദ്യാർത്ഥികൾ വിത്തുണ്ടകൾ എറിഞ്ഞു. ഫോറസ്റ്റ് ഓഫീസർമാരോടൊപ്പം കുട്ടികൾ വനത്തിൽ ട്രക്കിംഗ് നടത്തുകയും അസുരക്കുണ്ട് ഡാം സന്ദർശിക്കുകയും ചെയ്തു. പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OIC, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P വിനോദ്, അധ്യാപിക റിദ T ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC പോളിംഗ് ബൂത്ത് ഉദ്ഘാടനം ചെയ്തു. ഇലക്ഷന്റെ പ്രാധാന്യം, നടപടിക്രമങ്ങൾ, വോട്ട് രേഖപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധമുളവാക്കാൻ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സഹായകരമാകുമെന്ന് ഫാദർ ബെഞ്ചമിൻ അഭിപ്രായപ്പെട്ടു. ഫാദർ പത്രോസ് OIC, ഫാദർ യാക്കൂബ് OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ചാണ്
ഉപയോഗിച്ചാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പ് ക്രമീകരിച്ചിരുന്നത്. തിരിച്ചറിയൽ രേഖയുമായാണ് വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. വിരലിൽ മഷി പുരട്ടി കമ്പ്യൂട്ടർ മോണിറ്ററിലൂടെ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തു. സോഷ്യൽ സയൻസ്, IT എന്നീ വിഭാഗങ്ങളുടെ സംയുക്ത നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. സ്കൂൾ പീപ്പിൾ ലീഡറായി നേഹ ഷെഫീഖ്, അസിസ്റ്റന്റ് സ്കൂൾ പീപ്പിൾ ലീഡറായി ഹനാഷ് നൌഫലിനെയും തെരഞ്ഞെടുത്തു. അനുഷ്ഠാന കലയായ കളംപാട്ടിനെ പരിചയപ്പെട്ട AL മൂകാംബിക വിദ്യാനികേതൻ സ്കൂൾ വിദ്യാർത്ഥികൾ. അന്യമായി കൊണ്ടിരിക്കുന്ന അനുഷ്ഠാന കലകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സ്കൂളിൽ കളംപാട്ട് ശില്പശാല സംഘടിപ്പിച്ചത്. കേരള ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവും കളംപാട്ട് കലാകാരനുമായ കടന്നമണ്ണ ശ്രീനിവാസൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കളംപാട്ടിന്റെ ചടങ്ങുകൾ, ഐതിഹ്യങ്ങൾ, പൊടികളുടെ നിർമ്മാണ രീതി, അവയുടെ ലോഹസങ്കല്പങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന സോദാഹരണ പ്രഭാഷണവും നന്ദുണി ഉപയോഗിച്ചുള്ള കളംപാട്ടും പാടിയാണ് പരിചയപ്പെടുത്തിയത്. 259 കളംപാട്ട് ശില്പശാലകൾ പൂർത്തിയാക്കിയ ശ്രീനിവാസനെ സ്കൂൾ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ ചെയർമാൻ ഗോപാലൻ, പ്രിൻസിപ്പൽ ബീന ഉണ്ണി, സെക്രട്ടറി ബേബി ഗോപാൽ, മാതൃസമിതി പ്രസിഡന്റ് ഭുവനേശ്വരി എന്നിവർ സംസാരിച്ചു. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃതം കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. യോഗാചാര്യൻ സുജിത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ രത്നകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. സംസ്കൃത കൌൺസിൽ ഭാരവാഹികളായ സംസ്കൃത അധ്യാപിക ഷെൻഷി, UP വിഭാഗം സംസ്കൃത അധ്യാപിക ശ്രീലേഖ, അധ്യാപകരായ അജിത, കായികാധ്യാപകൻ രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് യോഗാചാര്യൻ സുജിത് മാസ്റ്ററുടെ നേതൃത്വത്തിൽ യോഗാ പരിശീലനവും ഉണ്ടായി. തൊഴിയൂർ CMUP സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് യോഗാ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും നടത്തി. തൊഴിയൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിലെ മുൻ ഹെഡ്മിസ്റ്റേഴ്സ് ലിസി ചാക്കോ നേതൃത്വം നൽകി. CMUP സ്കൂൾ പ്രധാനാധ്യാപിക വിജി വില്യംസ് അധ്യക്ഷത വഹിച്ചു. PTA അംഗം രമേശ്, സിജു ടീച്ചർ എന്നിവർ പങ്കെടുത്തു. SSLC +2 ഉൾപ്പെടെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിച്ചു. അനുബന്ധ പരിപാടികളുമുണ്ടായി. വിശദാംശങ്ങളിലേക്ക്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ 5, 6 വാർഡുകളിൽ താമസിക്കുന്ന SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൂനമുച്ചി ഗ്രാമീണ വായനശാല ആദരിച്ചു. വായനശാലയുടെ വാർഷിക ജനറൽ ബോഡി യോഗത്തോടനുബന്ധിച്ചായിരുന്നു ആദരചടങ്ങ്. ഞായറാഴ്ച വൈകിട്ട് വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സിലബസിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെയും CBSE സിലബസിൽ 90% മാർക്കും അതിൽ കൂടുതലും നേടിയവരെയും മറ്റ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. കൂനമുച്ചി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ജോമി ജോൺസൺ അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ PK അസീസ്, 6ാം വാർഡ് മെമ്പർ കൃഷ്ണൻ AA എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി റോഫി റാഫേൽ വാർഷിക ജനറൽ ബോഡി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തക സിസിലി ചെറുകുട്ടിയെ യോഗം ആദരിച്ചു. വായനശാല ജോയിന്റ് സെക്രട്ടറി ഫാൻസി വിൽസൺ സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ലിസി KL നന്ദിയും പറഞ്ഞു. വായനശാല ഭാരവാഹികളായ ബിജോയ് ചീരൻ, അനൂപ് പനക്കൽ, വിനു ജോൺസൺ, ജോസി ജെ, ലിസി കൊളന്നൂർ, PJ ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്റ്റാർഗിംഗ് വടക്കേക്കോട്ടൂരിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും പച്ചക്കറി കൃഷി ഉദ്ഘാടനവും നടത്തി. പഠന, കലാ, കായിക മേഖലകളിൽ മികവ് പുലർത്തിയവരെ അനുമോദിച്ചു. ക്ലബ് അങ്കണത്തിൽ ആരംഭിക്കുന്ന പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനവും നടത്തി. 9 സ്റ്റാർ നഗറിലെ ക്ലബ് അങ്കണത്തിൽ നടന്ന പരിപാടി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് ചെയർമാൻ KK നിഖിൽ അധ്യക്ഷനായി. ഗ്രന്ഥശാല സംഘം നേതൃസമിതി കൺവീനർ KT ഷാജൻ മാസ്റ്റർ, പഴഞ്ഞി മാർ ബസീലിയസ് സ്കൂളിലെ പ്രധാനാധ്യാപകൻ ജിബ്ലസ് ജോർജ് എന്നിവർ മുഖ്യാതിഥികളായി. ചടങ്ങിൽ വടക്കേക്കോട്ടോൾ സ്വദേശിനിയും മെഹന്തി ആർട്ടിസ്റ്റുമായ KA ഷൈജിത, ദേശീയ ടീമിനായി കളിക്കുകയും കേരള ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ഹോക്കി താരം അഭിലാഷ് മണികണ്ഠൻ, SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ അന്വയ M വേണു, വയനാട് പഴശ്ശിരാജ കോളേജിലെ സ്പോർട്സ് മീറ്റ് മെഡൽ ജേതാവ് PA അനാമിക, ജില്ലാ കേരളോത്സവത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് മെഹന്തി മത്സരത്തിൽ വിജയിച്ച AV അനൈന, +2 SSLC പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ ക്ലബ് അംഗങ്ങളായ MA അഭിഷേക്, CR അഭിരവ്, KS സുദേവ് കൃഷ്ണ എന്നിവരെ ആദരിച്ചു. പച്ചക്കറി കൃഷി ഒരുക്കുന്നതിനാവശ്യമായ തൈകൾ ബാലവേദി പ്രവർത്തകർ ഏറ്റുവാങ്ങി. ആശംസകൾ നേർന്ന ജീവകാരുണ്യ പ്രവർത്തകൻ ഷിജു കോട്ടോൽ, കുന്നംകുളം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ TM കബീർ എന്നിവർ സംസാരിച്ചു. കമ്മിറ്റി സെക്രട്ടറി MC ശരത്ത് സ്വാഗതവും ബാലവേദി കോർഡിനേറ്റർ രാധിക ലക്ഷ്മണൻ നന്ദിയും പറഞ്ഞു. പുരോഗമന കലാസാഹിത്യ സംഘം കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ
കടവല്ലൂർ വട്ടമാവ് സാംസ്കാരിക നിലയത്തിൽ വനിതാ സംഗമവും ആദരവും സംഗീത സദസ്സും സംഘടിപ്പിച്ചു. എഴുത്തുകാരി സ്മിത ശൈലേഷ് ഉദ്ഘാടനം ചെയ്തു. ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ മുഖ്യാതിഥിയായി. ജൈന ചക്കാമടത്തിൽ, ഭവ്യശ്രീ, അജി കടവല്ലൂർ, സുഭാഷ് പി തങ്കൻ, കെ നന്ദകുമാർ, നിഷിൽ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ, കരാട്ടെ ഇൻസ്ട്രക്ടർ ജിസ്മ, ജയൻ പാതാക്കര, ശ്രീദേവി, ശിവൻ കടവല്ലൂർ തുടങ്ങിയവരെ ആദരിച്ചു. തുടർന്ന് പൂക്കാസ മേഖല വനിതാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. വനിതാ സംഗമത്തിന്റെ ഭാഗമായി സംഗീത സദസ്സും വനിതകളുടെ കരാട്ടെ പ്രദർശനവും അരങ്ങേറി. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയുടെ യുവജന സംഘടനയായ MOMBAയുടെ ആഭിമുഖ്യത്തിൽ 10ാം ക്ലാസ് +2 വിഭാഗത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പള്ളി ഹാളിൽ സിംഹാസന പള്ളി വികാരി ഫാദർ ജിബിൻ ചാക്കയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് അക്കിക്കാവ് TVM ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ രാജു ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകി അനുമോദിച്ചു. അധ്യാപകരായ തങ്കച്ചൻ BV, സുനീഷ് K തോമസ്, റെറ്റിൻ വർഗീസ് എന്നിവർ ആശംസ അർപ്പിച്ചു. MOMBA അംഗം എബിൻ തങ്കച്ചൻ സ്വാഗതവും അഖിൻ തോമസ് നന്ദിയും പറഞ്ഞു. ഡിവൈഎഫ്ഐ ആനായിക്കൽ ചീരംകുളം യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ആദരണീയം 2025 എന്ന പേരിൽ അനുമോദന സദസ്സ് നടത്തി. SSLC +2 വിദ്യാർത്ഥികൾക്കൊപ്പം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറ് നൽകുന്ന ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് പൊതിച്ചോറ് നൽകി വരുന്ന എല്ലാ വീട്ടമ്മമാരെയും ആദരിച്ചു. അഖിലേന്ത്യാ സെക്രട്ടേറിയറ്റ് അംഗം ജെയ്ക്സി തോമസ് ആദരണീയം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സമിതി ചെയർമാൻ മിനു അധ്യക്ഷയായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ, CPM കുന്നംകുളം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി ഭവീഷ് ബാബു, നഗരസഭാ കൗൺസിലർ ബിനീഷ്, സംഘാടക സമിതി കൺവീനർ നീതു എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 2025-26 വർഷത്തിലെ അധ്യാപക രക്ഷാകർതൃ യോഗവും മെറിറ്റ് ഡേയും നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന മെറിറ്റ് ഡേ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിനിൽ K വർഗീസ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, ഫെഡറൽ ബാങ്ക് മാനേജർ ഡയോൺ കാച്ചിപ്പിള്ളി, ചൂണ്ടൽ സൺതോം പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, അധ്യാപകരായ സ്മൈൽ ടീച്ചർ, ബിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ കായിക താരങ്ങളുടെ പരിശീലനത്തിനായി ഫെഡറൽ ബാങ്ക് കേച്ചേരി ബ്രാഞ്ച് നൽകിയ പോൾ വാൾട്ട് ചടങ്ങിൽ കൈമാറി. മികച്ച കായിക താരങ്ങളെ ഉപഹാരം നൽകി അനുമോദിച്ചു. USS ഗിഫ്റ്റഡ് ചൈൽഡ് തെരഞ്ഞെടുക്കപ്പെട്ട PS ശ്രീധിയെയും SSLC പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവരെയും മറ്റു പാഠ്യേതര വിഷയങ്ങളിൽ വിജയം നേടിയവരെയും സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു. രാജ്യം ഇപ്പോൾ കടന്നുപോകുന്ന ആപത്തിന്റെ കാലഘട്ടത്തിൽ ഗാന്ധിജി കൂടുതൽ പ്രസക്തി നേടുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി CC ശ്രീകുമാർ ഗുരുവായൂർ നഗരസഭ 26ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമവും പ്രതിഭാതിരിക്കലും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ മണ്ഡലങ്ങളിൽ തിളങ്ങിയ PM മുഹമ്മദ് അലി, ഡോക്ടർ CB വത്സരൻ, പാത്തുമ മുഹമ്മദ് അലി, PV ബാബു, ലിജിത്ത് തരകൻ, മനീഷ മുകേഷ് ലാൽ, TK ധന്യ, മുഹമ്മദ് റഫീഖ്, ആസിഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് CK ഡേവിസ് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച വിജയികളെ ആദരിക്കൽ, പഠനോപകരണ വിതരണം, പുതപ്പ് വിതരണം എന്നിവയും നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, കൗൺസിലർ KPA റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി. KHRA ജില്ലാ വൈസ് പ്രസിഡന്റും ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്ന CA ലോകനാഥന്റെ നിര്യാണത്തിലും ഹൈദരാബാദ് വിമാന ദുരന്തത്തിൽ മരണമടഞ്ഞവർക്കും അനുശോചനം രേഖപ്പെടുത്തി ആരംഭിച്ച പരിപാടി KHRA സംസ്ഥാന പ്രസിഡന്റ് G ജയപാൽ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് C ബിജുപാൽ, സംസ്ഥാന ഉപദേശക സമിതി അംഗം GK പ്രകാശ്, രാജൻ, പ്രേംരാജ് ചുണ്ടലാത്ത് എന്നിവർ ആശംസകൾ അറിയിച്ചു. KHRA ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറി രവീന്ദ്രൻ നമ്പ്യാർ സ്വാഗതവും NK രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഹോട്ടൽ ഉടമകളുടെയും ജീവനക്കാരുടെയും മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. കൂടാതെ മൈക്രോ ലാബുമായി സഹകരിച്ച് നടത്തിയ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പിൽ നിന്നും ലഭിച്ച പരിശോധനാ ഫലങ്ങളോടെയുള്ള ഹെൽത്ത് കാർഡ് വിതരണവും നടത്തി. ബാലസംഘം എയ്യാൽ ഉപ്പുപാറ യൂണിറ്റ് പരിധിയിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിച്ചു. CPIM എയ്യാൽ ബ്രാഞ്ച് ഓഫീസ് ഹാളിൽ നടന്ന സദസ്സ് കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പ്രസിഡന്റ് നിരഞ്ജിത്തിന്റെ അധ്യക്ഷതയിൽ KN നായർ, MK ശശിധരൻ, PA ഉണ്ണികൃഷ്ണൻ, സക്കീർ ഹുസൈൻ, CK അച്യുതൻ എന്നിവർ സംസാരിച്ചു. മധുര വിതരണവുമുണ്ടായിരുന്നു. പൊന്നയൂർ ഇൻസ്പയർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓഫീസ് ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കലും നടത്തി.
SSLC+2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനവും അണ്ടർ 17 ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച നിഹാലിനെ ആദരിക്കലും നടത്തി. ക്ലബ് പ്രസിഡന്റ് നിസാം ആലുങ്ങലിന്റെ അധ്യക്ഷതയിൽ DCC സെക്രട്ടറി MV ഹൈദരലി ഓഫീസ് ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു. പൊന്നിയൂർ പഞ്ചായത്ത് 19-ാം വാർഡ് മെമ്പർ സുബൈദ പുളിക്കൽ SSLC+2 വിദ്യാർത്ഥികളെ ആദരിച്ചു. ഹാരിസ് ആലുങ്ങൽ, അബ്ഷർ പടിഞ്ഞാറയിൽ, സനന്ദ്, ശ്യാം അലിപുരയ്ക്കൽ, അപ്പു അലിപുരയ്ക്കൽ, ഫസലു പടിഞ്ഞാറയിൽ, ആഷിർ മുസ്തഖ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് മഹാത്മാ അക്ഷരമുറ്റം വായനശാല സംഘടിപ്പിച്ച അറ്റ് അക്ഷരമുറ്റം പരിപാടി ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താറാദൂർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ സിനിമയും വായനയും എന്ന വിഷയത്തിൽ സിനിമാ നടൻ TG രവി പ്രഭാഷണം നടത്തി. വായനശാല പ്രസിഡന്റ് PC ബിജു വർഗീസ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ NM ഇക്ബാൽ കുണ്ടന്നൂർ പുസ്തക പരിചയം നടത്തി. SSLC+2 ക്വിസ് മത്സര വിജയികളെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, വാർഡ് മെമ്പർ മാഗി അലോഷ്യസ് എന്നിവർ ചേർന്ന് അനുമോദിച്ചു. തുടർന്ന് ND ഡേമിയുടെ ഒച്ച, ആഷ്ലിൻ ഷാൻഡയുടെ ഐറിംഗ് എന്നീ ഷോർട്ട് ഫിലിമുകളുടെ പ്രദർശനം, മഞ്ജുള ശിവദാസിന്റെ കവിതാപാരായണം എന്നിവ നടന്നു. വായനശാല സെക്രട്ടറി വിമൽ പോൾ, NJ ജോഷി എന്നിവർ നേതൃത്വം നൽകി. കടവല്ലൂർ വടക്കുമുറി ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ സമസ്ത പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും കൈപ്പിടിച്ചുയർത്തിയ ഉസ്താദുമാരെയും കടമ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കടമ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹംസ CM, എക്സിക്യൂട്ടീവ് ലത്തീഫ്, കടമ മെമ്പർ ഉബൈദ്, വടക്കുമുറി മഹൽ പ്രസിഡന്റ് മുഹമ്മദ് ഹാജി, സെക്രട്ടറി സൈദാലി ഹാജി, മഹൽ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മദ്രസ സദർ അബ്ദുസമദ്, മഹൽ ഖത്തീബ് സുലൈമാൻ ദാരിമി, ഉസ്താദുമാർ അബ്ദുൾ റഹ്മാൻ ഫൈസി എന്നിവർ സന്നിഹിതരായിരുന്നു. രുദ്ര കലാ സാംസ്കാരിക വേദി പൊന്നിയൂർക്കുളം GMLP സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് PK പ്രദീപ്, ലാലി, മജീദ്, KM ശാസ്ത്ര ശർമ്മൻ എന്നിവർ നേതൃത്വം നൽകി. കാണിപ്പയ്യൂർ സെന്റ് MM CUP സ്കൂളിൽ യോഗാ ദിനം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക ഷൈജി സാബു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ശാരീരിക മാനസിക ആരോഗ്യത്തിൽ ഉള്ള പങ്കിനെക്കുറിച്ചും ബോധവൽക്കരണം നൽകുന്നതിനായി ഹെൽത്ത് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം നടത്തിയത്. യോഗ അധ്യാപികയായ PS ആതിര മുഖ്യാതിഥിയായി. വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനവും ഉണ്ടായിരുന്നു. ഗുരുവായൂർ നഗരസഭയും പൂക്കോട്, തൈക്കാട്, ഗുരുവായൂർ ആയുർവേദ സെന്ററുകളുടെയും ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണവും പെർഫോമൻസ് ഡേയും സംഘടിപ്പിച്ചു. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ AS മനോജ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ AM ഷഫീർ, ബിന്ദു അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. നഗരസഭയിലെ 43 വാർഡുകളിൽ ഒരു വർഷക്കാലമായി നടന്നുവരുന്ന യോഗ പരിശീലനങ്ങൾ വഴി യോഗ അഭ്യസിച്ച 100ഓളം വനിതകളുടെ അഭ്യാസ പ്രകടനങ്ങൾ ശ്രദ്ധേയമായി. സീനിയർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമാശങ്കരൻ, സീനിയർ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഷെർലറ്റ് വിൻസൻ, ഡോക്ടർ ദിവ്യശ്രീ, ഡോക്ടർ അശ്വതി, യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അരുന്ധതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,230 രൂപ, പവന് 73,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 118 രൂപ. ചരമം കുന്നംകുളം പട്ടാമ്പി റോഡ് ഫീൽഡ് നഗറിൽ പരേതനായ പന്തപ്പറമ്പിൽ രാമകൃഷ്ണൻ മകൻ സന്തോഷ് നിര്യാതനായി. 48 വയസ്സായിരുന്നു. കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ശാന്ത മാതാവും വിജി ഭാര്യയുമാണ്. അനന്യ, അശ്വിൻ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. നിലമ്പൂരിൽ മിന്നും ജയം നേടി UDF. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷവുമായി ആര്യാടൻ ഷൌക്കത്ത് വിജയിച്ചു. ശക്തി കേന്ദ്രങ്ങളിലും LDFന് കൈവിട്ടു. ജന്മനാട്ടിലും സ്വന്തം ബൂത്തിലും സ്വരാജ് പിന്നിലായി. വാഹനാപകടം, 2 പേർക്ക് ഗുരുതര പരിക്ക്. പെരുമ്പിലാവിൽ നിർത്തിയിട്ട ബസ്സിനടിയിലേക്ക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറി. മധ്യവയസ്കന് ഗുരുതര പരിക്ക്. പഴഞ്ഞി അരുവായിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. സ്കൂളിലെത്തിയ നെല്ലുവായി മുണ്ടൻകോട് സ്വദേശി പ്രമോദാണ് ആക്രമണം നടത്തിയത്.
ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി മങ്ങാട് മരം കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ചാത്തംകുളം റോഡിന് സമീപമാണ് മരം വീണത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ആനായിക്കൽ ചൂണ്ടുപുരയ്ക്കൽ വീട്ടിൽ CA അരവിന്ദാക്ഷൻ ഭാര്യ VV വിനോദിനിയുടെ 15ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.